നമ്മൾ സത്യം നയിച്ച രണ്ട് സംഭവങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് സത്യം നയിച്ച മൂന്നാം സംഭവം. ഇത് ഞാൻ പറയുന്നത് ഈ കേസ് സത്യം നയിച്ചു എന്ന് മാത്രമല്ല, സത്യം ഒരു ഗാർഡിയൻ ഏഞ്ചലെ പോലെ ഈ കേസ് കൊണ്ടു നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരുടെയെങ്കിലുമൊക്കെ രൂപത്തിൽ, ഞാൻ പറഞ്ഞു നേരത്തെ സെൻകുമാർ സാറിൻ്റെ രൂപത്തിൽ വന്നു, മറ്റേത് അതിനു മുമ്പ് അതൊരു മെസ്സേജിൻ്റെ രൂപത്തിൽ ഇൻ്റർപോളിൻ്റെ രൂപത്തിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് അത് മറ്റൊരു രൂപത്തിൽ, അങ്ങനെ സത്യം മറ്റൊരു രൂപത്തിൽ എൻ്റെ മുന്നിൽ അവതരിച്ചതാണ് താങ്കൾ. ഞാൻ അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്. കാര്യം നമ്മൾ തമ്മിൽ അതിനു മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ സംസാരിച്ചിട്ടുള്ള അല്ലാതെ ഞാൻ സർവീസിലിരിക്കുന്ന കാലത്ത് ഇല്ല ഒന്നോ രണ്ടോ തവണ സർവീസിലിരിക്കുന്ന കാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതല്ലാതെ, അതും ഈ സബ്ജക്റ്റ് അല്ല നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റേതോ കാര്യങ്ങൾ ആണ് സംസാരിച്ചിട്ടുള്ളത്, അതും ഒന്നോ രണ്ടോ പ്രാവശ്യം. അങ്ങനെ ഇരിക്കുകയാണ് താങ്കൾ എൻ്റെ അടുത്തേക്ക് വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത്രയ്ക്ക് വലുതായിട്ട് എൻ്റർടൈൻ ചെയ്യാതിരുന്നതുമൊക്കെ. അതിനുശേഷം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവിടെ ഞാനിപ്പോൾ പറയുന്നത്, താങ്കൾ വരാതിരുന്നു എന്ന് താങ്കളൊന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വരാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേസിന് എന്ത് സംഭവിക്കുമായിരുന്നു? ഞാനത് ആലോചിക്കുന്നുണ്ട്. ഇത് അവിടെ ഇങ്ങനെ കിടക്കും. ഇത് എത്ര 8 വർഷം, എത്ര വർഷമാണ് കോടതിയിൽ? വഞ്ചൂർ കോടതി 8 വർഷം. അപ്പോൾ മൊത്തം 16 കൊല്ലം ഇത് ഈ കോടതികളിൽ അന്തി ഉറങ്ങി. ഈ ഫയല് ഒന്നും നടന്നിട്ടില്ല. ട്രയൽ നേരാവണ്ണം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. ചിലപ്പോൾ ഒരു CC നമ്പരോ ഒക്കെ ഉണ്ടായി കാണും. ഹാജരാകാത്ത പ്രതികൾക്ക് ഒരു വാറണ്ട് പോലും അയച്ചു കാണും. അതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഒരു മനുഷ്യനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൗകര്യം കിട്ടുമോ? ഇങ്ങനെ 16 വർഷം ഒരു കേസിനെ നീട്ടിക്കൊണ്ടുപോകാൻ നമുക്കാർക്കെങ്കിലും ആണെങ്കിൽ കഴിയുമോ? നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും നടക്കുമോ? നടക്കില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കുഴപ്പം. അപ്പോൾ അത് ഇങ്ങനെ ഉറങ്ങിക്കിടന്ന ഈ 16 വർഷത്തെ ഉറക്കത്തുനിന്ന് ഈ കേസിനെ തട്ടി ഉണർത്തണമെങ്കിൽ വീണ്ടും സത്യം ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലെ വീണ്ടും വരണം. അതാണ് താങ്കൾ വന്നത്.